അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നിസ്കാരത്തിൽ ഭക്തി ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നിസ്കാരം നിലനിർത്തുന്ന എല്ലാ ആളുകളും ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം നിസ്കാരത്തിൽ ഭക്തി ലഭിക്കാൻ നിർബന്ധമായും നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. മറ്റു ആരാധനകൾ പോലെയല്ല നിസ്കാരം. അള്ളാഹുവുമായി നടത്തുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തുന്ന സംഭാഷണമാണ്, മുനാജാത്താണ് നിസ്കാരം എന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട, ഏറ്റവും കൂടുതൽ ഭക്തി വേണ്ട ആരാധനയാണ് നിസ്കാരം. മരണം വരെ എല്ലാ നിസ്കാരങ്ങളും ഭക്തിയോടുകൂടെ ഖളാ ഇല്ലാതെ നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിസ്കാരത്തിൽ ഭക്തി ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹു അക്ബർ എന്ന ദിക്റിനെ നാം ഉൾക്കൊള്ളുക എന്നതാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും ഉന്നതനായ, മഹത്വമുള്ളവനായ അല്ലാഹു എന്നാണ് അതിൻ്റെ അർത്ഥം. നിസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്. ആരാധന എന്നാൽ ഒരു അടിമ സൃഷ്ടാവായ റബ്ബിൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഏറ്റവും വലിയ വിനയം, അത് നിസ്കാരം തന്നെയാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ ഓരോ ഫർളിൽ നിന്നും മറ്റൊരു ഫർളിലേക്ക് നീങ്ങുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അല്ലാഹു വലിയവനാണ്. നിയ്യത്ത് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടെയാണ്. അതുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, ഞാൻ ചെറിയവനാണ് എന്ന വിനയത്തിൻ്റെ പദമാണ് അല്ലാഹു അക്ബർ എന്നത്. ഈ കാണുന്ന പ്രപഞ്ചമഖിലവും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും മനുഷ്യരെയും പക്ഷികളെയും പറവകളെയും സൂക്ഷ്മജീവികളെയും സകലതിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന വലിയവനായ ഉന്നതനായ അല്ലാഹു എന്നാണ് ആ ഒരു കാര്യത്തിൻ്റെ, ആ ഒരു ദിക്റിൻ്റെ അർത്ഥം. അതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ്. ആ അല്ലാഹുവിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, നിസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകൾ തീർച്ചയായും വിജയിക്കുന്നു എന്നതാണ്. നിസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്നതാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഭക്തി ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, ആ കാര്യങ്ങളൊക്കെ നാം ചെയ്യണം. രണ്ടാമത്തെ കാര്യം തദബ്ബുറുൽ ഖുർആനാണ്. ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഖുർആനിൻ്റെ അഗാധമായ അർത്ഥങ്ങളെക്കുറിച്ച്, അതിൻ്റെ അർത്ഥ ഗാംഭീര്യത്തെക്കുറിച്ച്, അതിൻ്റെ കഥകളെക്കുറിച്ച്, അതിൻ്റെ വരികളെക്കുറിച്ച്, അതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒരുപാട് രഹസ്യങ്ങൾ ഉറങ്ങുന്ന അർത്ഥമാണ് പരിശുദ്ധ ഖുർആനിനുള്ളത്. അറ്റ്ലീസ്റ്റ് ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും നാം പഠിച്ചു വെക്കുക. നിസ്കരിക്കുന്ന സമയത്ത് സംഭാഷണമാണെന്ന് നാം മുമ്പ് ഓർമ്മപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണം അതിൻ്റെ അർത്ഥവത്തായ രൂപത്തിൽ നടക്കണമെങ്കിൽ നാം പറയുന്നതും ചെയ്യുന്നതും എന്താണ് എന്ന കാര്യം നമുക്കറിയണം. അതുകൊണ്ട് നിസ്കാരത്തിലെ ഫാത്തിഹ എങ്കിലും അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുക. അത് കഴിയുമെങ്കിൽ സൂറത്തുകൾ, നമ്മൾ സാധാരണ ഓതാറുള്ള ചെറിയ സൂറത്തുകളുടെ അർത്ഥവും കൂടെ നമ്മൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം തദക്കുറുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉദ്കുരിൽ മൗത ഫീ സ്വലാതിക്. നിസ്കാരത്തിൽ മരണത്തെക്കുറിച്ച് ഓർക്കുക. പക്ഷെ പടച്ചോനെ, ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമായേക്കാം. ഞാൻ ഇന്ന് നിർവഹിക്കുന്ന ളുഹർ, ഇതോടുകൂടെ എൻ്റെ നിസ്കാരം ഈ ദുനിയാവിൽ അവസാനിക്കുകയാണ്. ഇന്നെൻ്റെ അവസാനത്തെ ദിവസമാണ്. നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്ന സമയത്ത് ഇതെൻ്റെ അവസാനത്തെ വുളു ആണ്, ഇതെൻ്റെ അവസാനത്തെ റുക്കൂഅാണ്, ഇതെൻ്റെ അവസാനത്തെ സുജൂദാണ്, ഇതെൻ്റെ അവസാനത്തെ റക്അത്താണ് എന്ന് ഓരോ സമയത്തും നമുക്ക് ചിന്ത വരണം. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം ഭക്തിയുള്ളതാവും, ആ നിസ്കാരം വളരെ ശ്രദ്ധയുള്ളതാവും. ആത്മീയമായ ആ മനോഹരമായ മേഖലകളിലൂടെ നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അപ്പം നിസ്കരിക്കുമ്പോൾ ഭക്തി കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തദക്കുറുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നത്. ഇനി നാലാമത്തെ കാര്യം ഇബ്ആദുൽ മുഷ്തതാത്തി, ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക എന്നതാണ്. അല്ലേ? ലാ സ്വലാത്ത ബിഹളരി ത്വആമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഭക്ഷണം വിളമ്പി വെച്ചിട്ട് വിശന്നുട്ടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നിസ്കരിക്കുമല്ലോ, ആ നിസ്കാരം അത് ശരിയാവൂല, ആ നിസ്കാരത്തിൽ ഭക്തി കിട്ടൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ ഉണ്ടാകുന്ന മറ്റു ഡിസ്ട്രാക്ഷൻസ്, ഫോൺ കോളുകൾ,
അല്ലെങ്കിൽ അപ്പുറത്ത് TV ഓൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനൗൺസ്മെന്റ് വാഹനങ്ങൾ പുറത്തുകൂടെ പോകുന്നുണ്ട്, മറ്റു ശബ്ദ കോലാഹലങ്ങളുണ്ട്, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന മുസല്ലയിൽ ചിത്രമുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കാതിൻ്റെയും നമ്മുടെ കണ്ണിൻ്റെയും നമ്മുടെ ചിന്തയുടെയും ഒക്കെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്ന സ്ഥലത്ത് നിസ്കരിക്കാതിരിക്കുക എന്നതാണ്. ഭക്ഷണം വിളമ്പി വെച്ചാൽ അതുപോലും കഴിച്ചിട്ടേ നിസ്കാരം നിർവഹിക്കാവൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അത് നിസ്കാരത്തിൽ ഭക്തി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്ത് ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിസ്കാരത്തിൻ്റെ ഭക്തിയെ ഇല്ലാതാക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, അന്നദറു ഇലാ മൗളിഇ സുജൂദി. നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നതാണ്. നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് നോക്കുന്നതിന് പകരം, മറ്റു ചിത്രങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം മുസല്ലയിൽ നമ്മൾ എവിടെയാണോ സുജൂദിന് തലവെക്കുന്നത് ആ ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ശ്രദ്ധ തിരിച്ച് അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലാ റഅസഹു വറമാ ബിബസരിഹി നഹ്വൽ അർളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് തല താഴ്ത്തിയിട്ട് എവിടേക്കാണോ സുജൂദ് ചെയ്യാറുള്ളത് അവിടേക്ക് നോക്കാറുണ്ടായിരുന്നു എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഇനി ആറാമത്തെ കാര്യം, തുമഇനീനത്ത് വേണം, ഒരു ശാന്തത, ഒരു സാവധാനം. നിസ്കാരത്തിൽ തുമഇനീനത്ത് ഒരു ഫർളാണ്. സുജൂദിലും റുക്കൂഇലുമൊക്കെ നമ്മൾ നിസ്കാരത്തിൻ്റെ തുമഇനീനത്ത് നിർബന്ധമാണ്. മാത്രമല്ല എല്ലാ റക്അത്തുകളിലും എല്ലാ പ്രവർത്തനത്തിലും ഒരു ശാന്തത വേണം. വളരെ സാവധാനത്തിൽ ഫാത്തിഹ ഓതി അതിൻ്റെ അർത്ഥം ചിന്തിച്ച് സൂറത്ത് പാരായണം ചെയ്ത് ഓരോ ഫർളുകളിലെയും ദിക്റുകളും സ്വലാത്തുകളും അത്തഹിയാത്തും കുനൂത്തും ഒക്കെ വളരെ സാവധാനത്തോടുകൂടെ നാം ചൊല്ലേണ്ടത്. അങ്ങനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഭക്തി കിട്ടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ശാന്തനായിട്ട് പിന്നീട് റുക്കൂഅ ചെയ്യുക എന്നത്. ശാന്തതയാണല്ലോ ഒരു അള്ളാഹുവുമായി നടത്തുന്ന ഒരു മുനാജാത്താണല്ലോ. പെട്ടെന്ന് കുത്തിമറിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുക എന്നതല്ല നിസ്കാരം, പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നതുമല്ല നിസ്കാരം. നിസ്കാരം ഒരു കടമയായി കാണുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. നിസ്കാരം ഒരു കടമയായി മാത്രം കാണാൻ പാടില്ല. അത് വളരെ സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, ഭക്തിയോടുകൂടെ ചെയ്യേണ്ട ഒരു ആരാധനയാണ്. രാജാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി ഏഴാമത്തെ കാര്യം, അദ്ദുആഉ ബിൽ ഖുശൂഇ. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരുന്നൊരു കാര്യമല്ല ഭക്തി എന്നത്. അതിങ്ങനെ നിസ്കരിച്ച് ഭക്തിയോടുകൂടെ ശ്രദ്ധ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളൊരു കാര്യത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആരാധനയെക്കുറിച്ച്, അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഉണ്മയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ നമുക്കിങ്ങനെ പതിയെ നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരത്തിൽ നാം ഭക്തി കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദുആഉ ബിൽ ഖുശൂഇ എന്നതാണ്. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഇങ്ങനെയാണ്, اللهم إني أعوذ بك من قلب لا يخشع. അല്ലാഹുവേ, ഭക്തിയില്ലാത്ത ഹൃദയത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഭക്തിയുള്ള ഹൃദയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇരക്കുക എന്നതാണ് ഏഴാമത്തെ കാര്യം. എട്ടാമത്തെ കാര്യം, ഫഹ്മു മാ യുഖാലു ഫി സ്വലാത്തി. നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി, നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തിനെ കുറിച്ചും സൂറത്തുൽ ഫാത്തിഹയുടെ കുറിച്ചുമൊക്കെ അർത്ഥം അറിയുക എന്നത്. എട്ടാമത് നിസ്കാരത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും, ദിക്റുകളുടെയും, സ്വലാത്തിൻ്റെയും, ഖുനൂത്തിൻ്റെയും, ദുആഉൽ ഇഫ്തിതാഹിൻ്റെയും മറ്റു ദിക്റുകളുടെയും ഒക്കെ അർത്ഥം നമുക്കറിയണം എന്നുള്ളതാണ്. തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ സൂറത്തിനെ കുറിച്ചാണ്. ഇവിടെ പറയുന്നത് സൂറത്ത് മാത്രമല്ല, നിസ്കാരത്തിൽ നാം പറയുന്ന വായ കൊണ്ട് ഉച്ചരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അർത്ഥം അറിഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സംഭാഷണത്തിന് വേണ്ടി നിൽക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഭക്തിയോടുകൂടെ, ഈമാനോടുകൂടെ നിസ്കാരം നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിസ്കാരത്തിൽ ആനന്ദം കണ്ടെത്താനും നിസ്കാരത്തിൽ സന്തോഷം കണ്ടെത്താനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.